ഇന്നത്തെ വീഡിയോയിൽ ഈ 3 ഡിഫറെന്റ് ഓഫീസ് വെയർ മേക്കപ്പ് ലുക്സ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇനിയും ഡിലേ ആക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഒരു സിമ്പിൾ ലുക്ക് ഫോർ ഓഫീസ് നോക്കിയാലോ. അധികം മേക്കപ്പ് ഒന്നും ഇടാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ലുക്കാ. ആദ്യം തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഏതാണെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്യുക. നമുക്ക് ഹെവി മേക്കപ്പ് ഒന്നും വേണ്ടല്ലോ, അധികം മേക്കപ്പ് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ലുക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു CC ക്രീമാണ്. ഞാൻ എടുത്തിട്ടുള്ള ലാക്മേയുടെ ഈ ഒരു CC ക്രീം. ഇതിലെൻ്റെ ഷെയ്ഡ് വന്നിട്ട് ആൽമണ്ട്. അതിങ്ങനെ ഫേസിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ അങ്ങ് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിനധികം കവറേജ് ഒന്നും തരില്ല, അധികം നല്ല കവറേജ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് ആ ഒരു ഫ്രഷ് ലുക്ക് കിട്ടും ഫേസിന്. ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയൊക്കെ നമ്മൾ ഒരുങ്ങിയാലും ആ ഒരു പെർഫെക്ഷൻ വരത്തില്ല. ഇനി ആ ഒരു നാച്ചുറൽ ബ്ലഷ്ഡ് ചീക്സിന് വേണ്ടിയിട്ട് കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. റിനയുടെ ഒരു PH ബ്ലഷ് ആണ് ഞാൻ എടുത്തത്. ഇത് ശരിക്കും ആ ഒരു നാച്ചുറൽ ബ്ലഷി ഫീൽ തരും. ആ സെയിം ബ്ലഷ് തന്നെ ഞാൻ ഈ ഐലിഡ്സിലും കൂടെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഐലിഡ്സിനും കൂടെ കുറച്ച് കളർ തോന്നിക്കും. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. പക്ഷെ മസ്കാര അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ലാഷസ് ഒന്ന് തിക്കറായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഒരു കാജൽ എടുത്തിട്ട് ലൈറ്റായിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ലാഷസിനോട്, ഈ ലാഷ് ലൈനിനോട് ചേർന്ന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്യുക, കുറച്ച് മതി. എന്നിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. അതിങ്ങനെ ലൈറ്റായിട്ട് ആ ലാഷ് ലൈനിനോട് ചേർത്ത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ലാഷസ് നല്ല തിക്കറായിട്ട് തോന്നിക്കും. നിങ്ങളുടെ ലാഷസ് എൻ്റെ ലാഷസ് പോലെ ഒട്ടും തിക്കർ അല്ലെങ്കിൽ എന്തായാലും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ലാസ്റ്റ് നമുക്ക് ഒട്ടും ബ്രൈറ്റ് അല്ലാത്തൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് മാഴ്സിൻ്റെ ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വന്നിട്ട് സെസ്റ്റി സൂംബ. ഇത് നല്ലൊരു ന്യൂഡ്, ലൈക്ക് ഒരു എവ്രിഡേ ഷെയ്ഡാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സെക്കൻഡ് ലുക്ക് വന്നിട്ട് ഒരു ലോങ് ലാസ്റ്റിംഗ് മാറ്റ് ലുക്ക് ഫോർ ഓഫീസ്. അതിനുവേണ്ടി ഫസ്റ്റ് ഒരു മാറ്റിഫൈങ് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്കിൻ ടിന്റ് ആണ്. ഇത് ലാക്മേയുടെ സൂപ്പർ ഗ്ലോ സ്കിൻ പെർഫെക്റ്റിംഗ് ടിന്റ് ആണ്. ഇനി ഓയിലി ആകും എന്ന് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ലൈറ്റ് ആയിട്ടൊരു കോമ്പാക്റ്റ് ചെറുതായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ലൈറ്റ്, ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡ്, ഒരു ഐ ഷാഡോ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ന്യൂഡ് ഷെയ്ഡ് ഐ ഷാഡോ എടുത്ത് അതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു വിങ് ലൈനറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കുറച്ച് മസ്കാരയും കൂടെ അപ്ലൈ ചെയ്തിട്ട് ആ ഐ ലുക്ക് അങ്ങ് ഫിനിഷ് ചെയ്യാം. ഇനി ഞാൻ ബ്ലഷ് അല്ല അപ്ലൈ ചെയ്യുന്നത്, ഒരു ബ്രോൺസറാണ്. നമ്മുടെ ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രോൺസറാണ്, ഒരു ബ്രോൺസർ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ആൻഡ് അത് കംപ്ലീറ്റ്ലി മാറ്റ് ആൻഡ് ട്രാൻസ്ഫർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് അത് ബ്ലോട്ട് ചെയ്ത് ഇതേപോലെ പൗഡർ ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ദാറ്റ്സ് ദി ഫൈനൽ ലുക്ക്. തേർഡ് വൺ, ഒരു സോഫ്റ്റ് ഗ്ലാം ലുക്ക് ഫോർ ഓഫീസ്. സോ ആദ്യം തന്നെ ഡാർക്ക് സർക്കിൾസും പിഗ്മെന്റേഷനും ഒക്കെ ഒന്ന് കൺസീൽ ചെയ്തെടുക്കുവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ സ്കിൻ ഷെയ്ഡിലും 1 ഷെയ്ഡ് ഡാർക്കർ കൺസീലർ. ഇനി ഒരു റേഡിയൻ്റ്, ഒരു ഗ്ലോയി ബേസിന് വേണ്ടിയിട്ട് ഈ ഒരു മേബിലിൻ്റെ ഫൗണ്ടേഷനും ഈ ഒരു ഫേസസിൻ്റെ സ്ട്രോപ്പ് ക്രീമും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ കുറച്ച് ഫൗണ്ടേഷൻ ഞാൻ എടുത്തു. ആൻഡ് അതിൻ്റെ കൂടെ ഈ ഒരു സ്ട്രോപ്പ് ക്രീമും കൂടെ അപ്ലൈ ചെയ്തു. ഇനി അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അതിങ്ങനെ ലൈറ്റായിട്ട് ഡോട്ടായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പയ്യെ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ശരിക്കും നല്ല ഫ്ലോലെസ് ആയിട്ട് ഒരു ഗ്ലോയി ബേസ് ആയത്. ഇനി നമുക്ക് ഒരു നാച്ചുറൽ, ഒരു സ്മോക്കി ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു കാജൽ എടുത്ത് ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു ബ്രൗൺ കളറോ മെറൂൺ കളറോ വരുന്ന ഒരു ഐ ഷാഡോ കൊണ്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു ഐ ഷാഡോ ആണ് എടുത്തത്. അതുകൊണ്ടങ്ങ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. സെയിം ആ ഒരു ലുക്ക് ഇവിടെയും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, കൈ കൊണ്ട് വേണമെങ്കിലും ഈസി ആയിട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്തെടുക്കാം. സോ ഈ സൈഡിൽ ഞാൻ കൈ കൊണ്ട് കാണിച്ചു തരാം. ഇങ്ങനെ സ്മഡ്ജ് ചെയ്തതിന് ശേഷം ആ കാജൽ വീണ്ടും എടുത്തിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡാർക്കർ ആക്കി കൊടുക്കണം കേട്ടോ.
ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ഡാർക്കറാക്കി കൊടുത്താൽ മതി ഈ ഒരു പോർഷൻ. അത്രേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ആ മെറൂൺ ഷെയ്ഡ് അല്ലെങ്കിൽ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഐ ഷാഡോ ഇങ്ങനെ താഴെയും കൂടെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഐസിന് ആ ഒരു അട്രാക്ഷൻ വരാനും ഐസ് ഒന്ന് ബിഗറായിട്ട് തോന്നിക്കാനും വേണ്ടി വേണമെങ്കിൽ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് ഐ ഷാഡോ കൂടെ എടുത്തിട്ട് ഇവിടെ ഈ ഒരു സ്റ്റാർട്ടിങ് പോർഷനിലായിട്ട് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. മസ്കാര കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ലുക്ക് കംപ്ലീറ്റ് ആയി. ഐസ് നല്ല ബോൾഡറായിട്ടൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഐ ലുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഫേസിന് ആ ഒരു ലിഫ്റ്റഡ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലഷ് എടുത്ത് നമ്മുടെ ഒരു ചീക്ക് ബോണിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അതിങ്ങനെ അപ്വേർഡ് ഡിറക്ഷനിലോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും നമ്മുടെ ഫേസിന് ആ ഒരു ലിഫ്റ്റഡ് ഫീൽ കിട്ടും. സെയിം ഇവിടെയും അങ്ങനെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ലിപ്സിന് വേണ്ടി മാഴ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക് പ്ലസ് മാഴ്സിൻ്റെ ഒരു ലിപ് ഗ്ലോസ്. സോ നമ്മുടെ ആ ഒരു സോഫ്റ്റ് ഗ്ലാം ലുക്ക് ഫോർ ഓഫീസ് ഇസ് കംപ്ലീറ്റ്. ഈ 3 ലുക്സും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.